ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് കാട ഇറച്ചി വെച്ചിട്ട് നമ്മൾ അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടുന്ന ആ ടേസ്റ്റിലുള്ള ഒരു മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ കാട ഇറച്ചി നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 4 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് നമുക്കിനി മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നമ്മൾ റൈസ് വെക്കുന്ന വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചായാലും അങ്ങനെ വേണമെങ്കിലും എടുക്കുക. ഇതിപ്പോൾ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാൻ സെപ്പറേറ്റായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. ഞാൻ മന്തി മസാല ഒരു 3.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു മാഗി ക്യൂബ്സ് കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ അതും ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഗരം മസാല അത് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മന്തി മസാലയ്ക്കകത്ത് എല്ലാ കൂട്ടുകളും ഉണ്ട്. പിന്നെ വേണമെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മളെപ്പോഴും നോക്കി വേണം ഇടാൻ, കാരണം മാഗി ക്യൂബ്സിനകത്ത് ഉപ്പിൻ്റെ അംശം ഉള്ളത് കൊണ്ട്. ഇനി നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ലെമൺ ജ്യൂസും കൂടെ ചേർക്കാൻ ആരും വിട്ടുപോകരുതേ. അത് നമ്മുടെ കാട ഇറച്ചി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ പീസ് എടുത്ത് കാട ഇറച്ചി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നല്ല മസാലയൊക്കെ നല്ല തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഞാൻ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്, അതിനകത്തൊക്കെ ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 1 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കാം. അപ്പോൾ റൈസ് നമുക്കൊന്ന് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. ബസുമതി റൈസ് വെച്ച് മന്തി ഉണ്ടാക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് വൃത്തിയാക്കി 1/2 മണിക്കൂറൊന്നും മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഇറച്ചി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഇവിടെ ഓയിലൊക്കെ ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. സിമ്മിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുരുമുളകും പട്ട ഏലക്ക എന്നിവയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ക്യാരറ്റും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയൂടെ ചേർത്ത് കൊടുക്കാം, ചോറിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ കയ്യിൽ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി ഞാൻ കുറച്ച് പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നൊരു മാഗി ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കണം, നമ്മുടെ ചോറിനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒരെണ്ണം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളം തിളച്ചു. അപ്പോൾ നമ്മൾ 1/2 മണിക്കൂർ മുമ്പ് കഴുകി വൃത്തിയാക്കി കുതിരാൻ വെച്ചിരുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് വേകാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിരുന്ന കാട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റും ഉണ്ട്, നല്ല ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ വെന്തു ഞാനിവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാട മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടണം. അപ്പോൾ എൻ്റെ ചാനൽ എൻ്റെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യണം. ഇനേബിൾ ചെയ്താലേ പുതിയതായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തത്തുള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാരും പെട്ടെന്ന് പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കേട്ടാ, ബൈ.